ജമ്മു കശ്മീരിൽ ചൈനയുടെ സഹായത്തോടെ ആസൂത്രിത പ്രവർത്തനങ്ങൾ അരങ്ങേറുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ജമ്മു കശ്മീരിൽ ഭീകരപ്രവർത്തനം ശക്തമാകുമ്പോൾ അതിന്റെ രൂപവും തന്ത്രങ്ങളും താവളവും മാറുകയാണ്. 2019 ഓഗസ്റ്റിൽ കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ ശേഷമാണ് ഈ മാറ്റം. കശ്മീർ ടൈഗേഴ്സ് എന്ന പേരിൽ പുതിയൊരു ഭീകര ഗ്രൂപ്പ് ഉദയം ചെയ്തു. 3 വർഷത്തിനിടെ നടന്ന ഭീകരാക്രമണങ്ങളിൽ മിക്കതിന്റെയും ഉത്തരവാദിത്തം കശ്മീർ ടൈഗേഴ്സ് ഏറ്റെടുത്തിട്ടുണ്ട്. പാക് ഭീകര ഗ്രൂപ്പായ ജെയ്ഷെ മുഹമ്മദിന്റെ നിഴൽ സംഘടനയാണിത്. ജെയ്ഷെ മുഹമ്മദ്, അള്ള ടൈഗേഴ്സ്, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങി മുസ്ലിം ഛായയുള്ള പേരുകൾ ഒഴിവാക്കാനാണ് കശ്മീർ ടൈഗേഴ്സ് എന്ന പേര്. ഇസ്ലാമിക ഭീകരത എന്ന പേരുദോഷം മറയ്ക്കുക തന്നെയാണ് ലക്ഷ്യം. അതുവഴി പ്രാദേശിക പിന്തുണയും ജനങ്ങളുടെ സഹകരണവും ഉറപ്പാക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യവുമുണ്ട്. പേര് കശ്മീർ ടൈഗേഴ്സ് എന്നാണ് എങ്കിലും ആക്രമണങ്ങൾ ജമ്മുവിൽ തന്നെയാണ്. പ്രധാനമായും പൂഞ്ച്, രജൌരി, കത്വ, ദോഡ, റസായി ജില്ലകളിൽ 2 മാസത്തിനിടെ ഇവിടങ്ങളിൽ നിരവധി ആക്രമണങ്ങളാണ് അരങ്ങേറിയത്. 10ലേറെ ജവാന്മാർക്ക് ജീവഹാനിയുണ്ടായി. സൈന്യത്തിന്റെ ഭീകരവേട്ടയ്ക്ക് ജമ്മുവിലെ പർവ്വതങ്ങളും കൊടും കാടും നിറഞ്ഞ ദുർഘടമായ ഭൂപ്രകൃതി വെല്ലുവിളി തന്നെയാണ്. പൂഞ്ചിലും രജൌരിയിലും ഭീകരർക്ക് നിരവധി ഒളിത്താവളങ്ങളുണ്ട്. ഇവിടങ്ങളിൽ സൈന്യത്തെ വിന്യസിക്കുക അസാധ്യമെന്ന് വേണം പറയാൻ. ഗറില്ല ആക്രമണ സമാനമായ ആക്രമണങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. ഗ്രനേഡ് ആക്രമണങ്ങൾ, പതിയിരുന്ന ആക്രമണം, സേനയുടെ വാഹന വ്യൂഹങ്ങളും സുരക്ഷയില്ലാത്ത ചെക്ക് പോയിന്റുകളും ആക്രമിക്കുക തുടങ്ങിയവയാണ് തന്ത്രങ്ങൾ. വനമേഖലകളിൽ പതിയിരുന്ന ഒളി ആക്രമണങ്ങൾ നടത്തും. പിന്നീട് വനത്തിലേക്ക് ഓടിമറയും. വർഗീയ സംഘർഷമാണ് ഇവർ ഉന്നം വയ്ക്കുന്നത് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. കശ്മീരിൽ മുസ്ലിങ്ങളാണ് കൂടുതൽ. കശ്മീരിലേക്ക് നുഴഞ്ഞുകയറുന്ന പാക് ഭീകരരെ ശാരീരിക പ്രത്യേകതകൾ കാരണം തിരിച്ചറിയാൻ എളുപ്പമാണ്. ജമ്മുവിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെ വിവിധ സമുദായങ്ങളുണ്ട്. അവർക്കിടയിൽ പെട്ടെന്ന് തിരിച്ചറിയപ്പെടില്ല. ആക്രമണങ്ങളിലൂടെ വർഗീയ സംഘർഷമുണ്ടാക്കാം. സമുദായ ധ്രുവീകരണമുണ്ടാക്കി വർഗീയ സംഘർഷം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസത്തെ ആക്രമണം ഉദാഹരണമാണ്. റസായിയിൽ തീർത്ഥാടകരുടെ ബസ് ആക്രമിക്കുകയായിരുന്നു. വെടിവയ്പ്പിനിടെ ബസ് നിയന്ത്രണം വിട്ട് കൊക്കയിൽ വീണ് 50 പേരാണ് മരിച്ചത്. അതേസമയം ദോഡ ജില്ലയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. ഡെസ പ്രദേശത്തെ മലാൻ ഗ്രാമത്തിൽ ഒളിച്ചിരുന്ന ഭീകരർ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയും സേന തിരിച്ചടിക്കുകയും ചെയ്തു. 4 മണിക്കൂറോളം ഏറ്റുമുട്ടലുണ്ടായി. സേനാംഗങ്ങൾ സുരക്ഷിതരാണ് എന്ന് അധികൃതർ അറിയിച്ചു. തെരച്ചിലിനായി ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും സജ്ജമാക്കിയിട്ടുണ്ട്. അതേസമയം കശ്മീരിൽ തുടരുന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല സുരക്ഷാ സമിതി യോഗം ചേർന്നിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. യോഗം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തുവന്നിട്ടില്ല. കശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ജൂണിലും യോഗം ചേർന്നിരുന്നു. കഴിഞ്ഞ 32 മാസത്തിനിടെ 48 സൈനികരാണ് കശ്മീരിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ചത്. കശ്മീരിലെ ദോഡ ജില്ലയിൽ വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ 2 സൈനികർക്ക് പരിക്കേറ്റതാണ് ഒടുവിൽ നടന്ന സംഭവം. ദോഡയിലെ കസ്തിഗഡ് മേഖലയിലാണ് ഭീകരരുമായി ഏറ്റുമുട്ടൽ അരങ്ങേറിയത്. ദോഡ ജില്ലയിൽ തിങ്കളാഴ്ച രാത്രി സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ മേജർ റാങ്കിലുള്ള ഓഫീസറടക്കം 4 ജവാന്മാർ വീരമൃത്യു വരിച്ചിരുന്നു. രാഷ്ട്രീയ റൈഫിൾസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിഭാഗവും ജമ്മുകശ്മീർ പോലീസും ദോഡ നഗരത്തിൽ നിന്ന് 55 കിലോമീറ്റർ അകലെയുള്ള വനമേഖലയിൽ ഭീകരർക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നതിന് ഇടെയാണ് രാത്രിയോടെ ഏറ്റുമുട്ടൽ ഉണ്ടായത്. തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ ആദ്യ ഏറ്റുമുട്ടലിന് പിന്നാലെ വനമേഖലയിലേക്ക് രക്ഷപ്പെട്ട ഭീകരവാദികളെ സുരക്ഷാ സേന പിന്തുടർന്നു. രാത്രി 9ഓടുകൂടി വനത്തിനുള്ളിൽ വെച്ച് വീണ്ടും ഏറ്റുമുട്ടൽ ഉണ്ടാവുകയായിരുന്നു. ഭീകരർക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നതിനിടെ സുരക്ഷാ സേനയ്ക്ക് നേരെ അപ്രതീക്ഷിതമായി വെടിവയ്പ് ഉണ്ടായി. ഉടൻ തന്നെ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. അതിനിടെയാണ് 5 സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഓഫീസറടക്കം 4 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല.